ഹായ് ഫ്രണ്ട്സ്, കൊച്ചുമണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം എന്ന കൂട്ടുകാർക്കായി സ്പെഷ്യൽ ടോപ്പിക്ക്, അതുപോലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് മലയാളം ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ WPSI സ്ഥാപിച്ചത് ആരാണ്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ആരാണ്? ബെലിൻഡ റൈറ്റ്. 1994 ബെലിൻഡ റൈറ്റ്. രണ്ടാമത്തെ ചോദ്യം, എന്താണ് സിറ്റ്സ്? ദ കൺസർവേഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫൗണ ആൻഡ് ഫ്ലോറ. അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെയും അന്തർദേശീയ വ്യാപാരത്തെ സംരക്ഷിക്കലാണ് സിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് വർഷമാണ് സിറ്റ്സിൽ ഒപ്പിട്ടത്? 1973. 1973 സിറ്റ്സിൽ ഒപ്പിട്ടത്. നാലാമത്തെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സ്ഥാപിതമായ വർഷം. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സ്ഥാപിതമായ വർഷം 2005 ഡിസംബറാണ്. 2005 ഡിസംബറിലാണ്. 5. ഒരു പ്രത്യേക പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണ്? ഒരു പ്രത്യേക പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമാണ്. അതായത് സെക്ഷൻ 35, സെക്ഷൻ 38. 6. ദേശീയ വനനയം ആരംഭിച്ച വർഷം. ദേശീയ വനനയം ആരംഭിച്ച വർഷം 1988. 7. ചോദ്യം, ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം. 18 ഒക്ടോബർ 2010. 18 ഒക്ടോബർ 2010. 8. ചോദ്യം, വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഏത് വകുപ്പാണ് വന്യജീവികളുടെ ഗതാഗതത്തെ നിയന്ത്രിക്കുന്നത്? വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഏത് വകുപ്പാണ് വന്യജീവികളുടെ ഗതാഗതത്തെ നിയന്ത്രിക്കുന്നത്? വകുപ്പ് 48A ആണ്. സെക്ഷൻ 48A. 9. ഖാരോ ഖാസി റേഞ്ച് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയ. ഖാരോ ഖാസി റേഞ്ച് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. 10. ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് പറയപ്പെടുന്ന കന്നിമര തേക്ക് ഏത് വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കെന്ന് പറയപ്പെടുന്ന കന്നിമര തേക്ക് ഏത് വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? പറമ്പിക്കുളം, തൂണക്കടവ്. 11. കേരളത്തിന്റെ ആദ്യ വനമന്ത്രി ആരായിരുന്നു? KC ജോർജ്. കേരളത്തിന്റെ ആദ്യ വനമന്ത്രിയായിരുന്നു KC ജോർജ്. 12. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയമാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം. 13. 1985 സെപ്റ്റംബർ 7 സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തവരാണ്? രാജീവ് ഗാന്ധി. 1985 സെപ്റ്റംബർ 7 സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. 14. 1981 ഫോറസ്റ്റ് സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? അരിപ്പ. 1981 ഫോറസ്റ്റ് സ്കൂൾ സ്ഥാപിച്ചത് അരിപ്പയിലാണ്. 15. അരിപ്പ വനങ്ങൾ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയാണ് അരിപ്പ വനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 16. സോഷ്യൽ ഫോറസ്ട്രി പ്രോഗ്രാം ആരംഭിച്ച വർഷം. 1982. സോഷ്യൽ ഫോറസ്ട്രി പ്രോഗ്രാം ആരംഭിച്ച വർഷം 1982. 17. കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് നിയമം പാസാക്കിയ വർഷം. പോസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് 1971. കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് നിയമം പാസാക്കിയ വർഷമാണ് 1971. 18. കേരളത്തിൽ ആദ്യത്തെ തടി ഡിപ്പോ 1920 നാഷണൽ ആരംഭിച്ചു. ആലപ്പുഴ. കേരളത്തിലത്തെ തടി ഡിപ്പോ 1920 ആലപ്പുഴയിലാണ് ആരംഭിച്ചത്. 19. വനങ്ങളും വന്യജീവികളും ഉൾപ്പെടെയുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഓരോ പൗരന്റെയും മൗലിക കടമയാണ് പ്രസ്താവിക്കുന്ന അനുച്ഛേദമേത്?
ആർട്ടിക്കിൾ 51AG ആണ്. ആർട്ടിക്കിൾ 51AG. 20 വനങ്ങളുടെയും വന്യജീവികളുടെയും പരിരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും രാഷ്ട്രത്തിന്റെ കടമയാണെന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം. ആർട്ടിക്കിൾ 48A. വനങ്ങളുടെയും വന്യജീവികളുടെയും പരിരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും രാഷ്ട്രത്തിന്റെ കടമയാണെന്ന് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 48A. സ്പെഷ്യൽ ടോപ്പിക് 20 ക്വസ്റ്റ്യനാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഹരി ഈസ് വെരി ഗുഡ് ഡാഷ് മിമിക്രി. ഹരി ഈസ് വെരി ഗുഡ് അറ്റ് മിമിക്രിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 82. ഷീ ഡാഷ് ഫോർ 2 hours. സിംഗ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഷീ ഹാസ് ബീൻ സിംഗിങ്. ഷീ ഹാസ് ബീൻ സിംഗിങ്. ഹി ഹാർഡ്ലി റിമെമ്പേഴ്സ് എനിത്തിങ്. ഡസ് ഹി. ക്വസ്റ്റ്യൻ ടാഗാണ്. ഹി ഹാർഡ്ലി റിമെമ്പേഴ്സ് എനിത്തിങ്. ഡസ് ഹി. 84. ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദി സെൻറ്റൻസ് ഗിവൺ ബിലോ. ഹി ഈസ് പെയിൻറ്റിങ് ദ ഹൗസ്. പാസീവ് ഫോമാണ്. ഉത്തരം എ ആണ്. ദ ഹൗസ് ഈസ് ബീയിങ് പെയിൻറ്റഡ് ബൈ ഹിം. ദ ഹൗസ് ഈസ് ബീയിങ് പെയിൻറ്റഡ് ബൈ ഹിം. 85. ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദി വെർബ് ടു മേക്ക് കണ്ടീഷണൽ സെൻറ്റൻസ്. ഇഫ് ഐ വെയർ എ മില്യണർ ഐ വുഡ് ഗീവ് ജനറസ്ലി ടു ഗുഡ് കോസസ്. ഉത്തരം എ ആണ്. ഐ വുഡ് ഗീവ് ജനറസ്ലി ടു ഗുഡ് കോസസ്. 86. ചൂസ് ദ കറക്റ്റ് അന്റോണിം ഓഫ് ദ ഗിവൺ വേർഡ് ഡെഫീറ്റ്. ഉത്തരം സി ആണ്. ട്രയംഫ്. ഡെഫീറ്റ്, ട്രയംഫ്. 87. ചൂസ് ദ കറക്റ്റ് ഫ്രേസൽ വെർബ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. വൈ ഡിഡ് യു ഡാഷ് അവർ മീറ്റിംഗ്. ഓപ്ഷൻ ബി ആണ്. വൈ ഡിഡ് യു കോൾ ഓഫ് അവർ മീറ്റിംഗ്. 88. ചൂസ് ദ കറക്റ്റ് സിനോണിം ഓഫ് ദ വേർഡ് സബ്ലീം. ഓപ്ഷൻ ഡി ആണ്. നോബിൾ. സബ്ലീമിൻ്റെ സിനോണിം വരുന്നത് നോബിൾ. 89. ദ ഫെമൈൻ ജെൻഡർ ഓഫ് ദി ഫോക്സ് ഈസ്. ഉത്തരം ബി ആണ്. വൈക്സൺ. ഫെമൈൻ ജെൻഡർ ഓഫ് ദി ഫോക്സ് ഈസ് വൈക്സൺ. 90. വിച്ച് ഈസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഈ ഓപ്ഷൻ വരുന്നത് സി ആണ്. മില്ലേനിയം. MILLENNIUM. മലയാളം ചോദ്യങ്ങളാണ്. വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം ഏത്. ഉത്തരം എ ആണ്. വായസം. മായസം. 92. മാരാർ ചെണ്ട കൊട്ടുന്നു. അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു. പൂജക ബഹുവചനം. മാരാർ എന്നത് പൂജക ബഹുവചനമാണ്. 93. താഴെപ്പെടുത്തൽ പുല്ലിംഗത്തിൽ പെടാത്തത്. ഉത്തരം സി ആണ്. കുട്ടി. 94. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ഡി ആണ്. അത്ഭുതം. കറക്റ്റ് ആൻസർ. 95. അണിഞ്ഞൊരുങ്ങി നടക്കുന്നവർ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗശൈലി ഏത്. ഉത്തരം സി ആണ്. അഴകിയ രാവണൻ. അഴകിയ രാവണൻ. 96. താഴെ കൊടുത്താൽ ഭൂമി എന്നർത്ഥം ലഭിക്കുന്ന പദം. ഉത്തരം എ ആണ്. ശിതി. ശിതി. 97. നിന്ന എന്ന പദത്തിൻ്റെ വിപരീതം ഏത്. ഓപ്ഷൻ ഡി. സ്തുതി. നിന്ന എന്ന പദത്തിൻ്റെ വിപരീതം സ്തുതി. 98. കാറ്റുള്ളപ്പോൾ ഊറ്റണം എന്ന ചൊല്ലിൻ്റെ അർത്ഥം. ഉത്തരം ബി ആണ്. അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം. അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം. 99. താഴെ തന്നിട്ടുള്ള ആഗമസന്ധിക്ക് ഉദാഹരണം. ഉത്തരം ഡി ആണ്. വഴിയുണ്ട്. വഴിയുണ്ട്. 100. യഥായിഷ്ടം എന്നത് ചേർത്ത് എഴുതിയാൽ. ഉത്തരം ബി. യഥേഷ്ടം. യഥേഷ്ടം. മലയാളം ചോദ്യങ്ങളൊക്കെ അങ്ങനെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. ഇട്ടൊക്കെ നോക്കാം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു.